പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ട് തലകുനിച്ച് നിന്ന നക്ഷത്ര ജാതകർ ഇനി ഇവർ തലയുയർത്തിക്കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നും ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ഗ്രഹനില 5-ൽ കേതു, 9-ൽ കുജൻ, 10-ൽ ശുക്രൻ, ശനി, 11-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവർക്ക് ധനലാഭം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ സർവകാര്യസിദ്ധിയും ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. ശരീരക്ലേശവും മനക്ലേശവും കുറഞ്ഞു തുടങ്ങും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. ഗവൺമെൻറ് ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങളോ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഇവർക്ക് ലഭിക്കും. തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം, യന്ത്രത്തകരാറുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ തുടങ്ങിവെക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും. പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും. മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠയുണ്ടാകും. സഹോദരങ്ങളുടെ യോജിപ്പ് ഇവർക്ക് ഉണ്ടാകും. ദോഷപരിഹാരത്തിന് നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 4-ൽ കേതു, അഷ്ടമത്തിൽ കുജൻ, 9-ൽ ശുക്രൻ, ശനി, 10-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 11-ൽ വ്യാഴവും ആണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കേണ്ടി വന്ന ഈ നക്ഷത്ര ജാതകർക്ക് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയ സാധ്യതകൾ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകും. പലതരത്തിലുള്ള വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. പല വിധത്തിലുള്ള ഈ ആപത്തുകളും ഒഴിഞ്ഞു പോകും. വ്രണങ്ങൾ, രക്തസ്രാവം, വിളർച്ച ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിന് ഇടയുണ്ട്, ശ്രദ്ധ വേണം. മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും. ധനകാര്യ പ്രവർത്തികൾ ഭംഗിയായിട്ട് നടക്കും. ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. ദൂരയാത്രകൾ വേണ്ടിവരും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അക്ഷമ കുറഞ്ഞു തുടങ്ങും. മരണതുല്യമായ ചില അവസ്ഥകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ചില ആപത്തുകളും അപകടങ്ങളും ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഒഴിവായി കിട്ടും. പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ ചില തിരുത്തലുകൾ വേണ്ടിവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറയും. ഉദരരോഗം, നേതൃരോഗം, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്.
പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിക്കാം. തീർത്ഥാടനങ്ങൾ, വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താനും നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് 2-ൽ കേതു, 6-ൽ കുജൻ, 7-ൽ ശുക്രൻ, ശനി, അഷ്ടമത്തിൽ ആദിത്യൻ, ബുധൻ, രാഹു, 9-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അതിൽ നിന്ന് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയ സാധ്യതകൾ കാണുന്നുണ്ട്. അലങ്കാര വസ്തുക്കളോട് താല്പര്യം കൂടുതലാകും. കലഹഭയം മനസ്സിൽ നിന്ന് ഒഴിയും. ശത്രുക്കൾ അകന്നു പോകും. മക്കൾക്ക് സൗഖ്യം ലഭിക്കും. മനസ്സന്തോഷം ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വാക്കുദോഷം ഉണ്ടാകുമെങ്കിലും പിന്നീടത് തിരുത്തുവാൻ അവസരം ലഭിക്കും. മറ്റുള്ളവരെ പറ്റി നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. ക്ലേശ അനുഭവങ്ങൾ വിട്ടൊഴിയും. അപവാദങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കുക. നേത്രരോഗം, വാതബന്ധിയായ അസുഖങ്ങൾ ഇവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങളും തർക്കവിഷയങ്ങളിലും വിജയം വരിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുവാനും മറ്റുള്ളവർ ധാര കഴിക്കാനും ശ്രദ്ധിക്കുക. ഇത് ഇവർക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 3-ൽ കുജൻ, 4-ൽ ശുക്രൻ, ശനി, 5-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 6-ൽ വ്യാഴം, 11-ൽ കേതു. ഇതാണ് ഗ്രഹനില. മനസ്സിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറിത്തുടങ്ങും. ശത്രുക്കളിൽ നിന്ന് പോലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കും. സഹോദരങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അവരുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സഹോദര സഹായം ലഭിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനാകും. മുൻകോപം നിയന്ത്രിക്കണം. സൽക്കർമ്മങ്ങൾക്കായിട്ട് വാസന വർദ്ധിക്കും. പൊതുപ്രവർത്തനങ്ങൾക്ക് കീർത്തിയും അംഗീകാരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. ഭാവി കാര്യങ്ങളിലുള്ള ആശങ്കകൾ കുറഞ്ഞു തുടങ്ങും. രോഗാരിഷ്ഠിതകൾക്ക് തൽക്കാലം ശമനം ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സ്വസ്തി സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 2-ൽ കുജൻ, 3-ൽ ശുക്രൻ, ശനി, 4-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 5-ൽ വ്യാഴം, 10-ൽ കേതു. ഇതാണ് ഗ്രഹനില. വീട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നതിൻ്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ആദരവ് ലഭിക്കും. സഹോദരങ്ങൾക്ക് ധനലാഭങ്ങൾ ഉണ്ടാകും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. സ്വജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. മനോവിചാരങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. കള്ളന്മാരുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ശില്പവേല ചെയ്യുന്നവർക്ക് നല്ല അവസരമാണ്. ആശയങ്ങളെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകും. ഗുഹ്യരോഗങ്ങൾ, അർശോരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി, കദളിപ്പഴ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി തിരുവോണം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും ഹിതകരമായി പ്രവർത്തിക്കാൻ സാധിക്കും. അധികമായിട്ടുള്ള സംസാരം നിർത്തണം. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. വീട്ടു ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. കഫം അധികരിച്ചുള്ള അസുഖങ്ങൾക്ക് ഇടയുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ശരീരത്തിൻ്റെ ചടവും ക്ഷീണവും മാറിക്കിട്ടും. ബന്ധുജനങ്ങൾക്ക് ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്.
കിട്ടാനുള്ള പണത്തിന് കാലതാമസം അനുഭവപ്പെടില്ല. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. അതുപോലെ പുതിയ ആശയങ്ങൾ ലഭ്യമാകും. അപ്രതീക്ഷിതമായ ചില ധനവിഷയങ്ങൾ ഉണ്ടാകും. യാത്രകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. വിദ്യാഭ്യാസത്തിനുള്ള മന്ദതകൾക്ക് കുറവ് വരും. ജലമാർഗമുള്ള യാത്രകൾ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രയംബക മന്ത്രപുഷ്പാഞ്ജലിയും കടുംപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.